ബസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആദ്യം നമുക്ക് താല്പര്യം ഉണ്ടായില്ല. അതായ ഒരു കണ്ടക്ടർ ആയ ഒരു ഫുൾ പവറിൽ തന്നെയാണ് ആൾ ആ ബ്ലോക്കൊക്കെ മാറ്റാനും പൈസ മേടിക്കാനും. ഞാനേ ബസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് വണ്ടി ഉള്ളതുകൊണ്ട് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കയറിയതാണ്, വെറുതെ യാത്ര ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അങ്ങനെ കയറിയപ്പോൾ ചെറിയ ഡ്യൂട്ടികൾ തന്നു. പിന്നെ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഇത് വണ്ടിയിൽ കയറിയത്. പിന്നെ ഇവിടെ ഇരുന്ന ഓരോ പണി കണ്ട് അത് പഠിച്ച് അത് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ കണ്ടക്ടറേക്ക് കയറി. ഇപ്പം അന്ന് എനിക്ക് ലൈസൻസ് എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ടക്ടറാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുക. അപ്പം അത് ചെയ്ത് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയപ്പോൾ കണ്ടിന്യൂ ചെയ്ത് ഡിഗ്രി തേർഡ് ഇയറിന് പഠിക്കുമ്പോഴാണ് വണ്ടി വന്നത്. അത് കഴിഞ്ഞ് ഒരു 2 കൊല്ലം പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് ഇപ്പം എംകോമും CMA ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ. ഇവിടെ ആളില്ലാത്തവണ്ണം കൂടുതലും കയറാം. അപ്പോൾ ഇപ്പോൾ ക്ലാസ്സുള്ളതുകൊണ്ട് ശനി ഞായറാണ് കൂടുതൽ എടുക്കണേ. അതിന് മുമ്പൊക്കെ ഫുൾ ഡേ ഉണ്ടായിരുന്നു, എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. ഞാൻ ആദ്യം നമുക്ക് താല്പര്യം ഉണ്ടായില്ല. പക്ഷെ ചെറുപ്പത്തിലേ തുടങ്ങിയ ആൾ പോവുമായിരുന്നു. ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തുടങ്ങി അച്ഛൻ്റെ കൂടെ പോവുമായിരുന്നു. അത് വെറുതെ പോയിരുന്നതാണ്. പിന്നെ കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെ വണ്ടിയിൽ പോകാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. പഠനം ഒക്കെ ഇതാവില്ലെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഒരു ഇത്. അല്ലാതെ വേറൊരു ടെൻഷനൊന്നും ഉണ്ടായില്ല. അച്ഛനുള്ള കാരണം കൊണ്ട് പിന്നെ നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളിവിടെ സർവീസ് നടത്തുന്നവരായതുകൊണ്ട് അങ്ങനെ പേടിയുണ്ടായില്ല. പഠനത്തിന് എന്തെങ്കിലും ബാധിക്കുമോ എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷെ അതൊക്കെ ആൾ തരണം ചെയ്തു. പഠനം കൊണ്ടുപോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അച്ഛൻ്റെ ഒപ്പം വണ്ടിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അല്ല, വേറെ ഉണ്ട്, 2 പേരുണ്ട്. അതായത് പഠനം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പഠനത്തിൻ്റെ കാര്യം പ്രത്യേകം കൈവിടാണ്ട് ഇതും ശ്രദ്ധിക്കുക. ഒരു തൊഴിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു തൊഴിൽ എപ്പോഴും നല്ലത് തന്നെയാണല്ല. അതിനുവേണ്ടി അത് പഠിപ്പിച്ചു. പിന്നെ ആളുടെ താല്പര്യം, ഏത് ഈ തൊഴിലെടുക്കാനും താല്പര്യം ഉണ്ടല്ലോ, അതൊരു പ്രധാന ഘടകമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതാവുമല്ലോ. അല്ല, സ്ഥിരമായിട്ടല്ല. ക്ലാസ് ഇല്ലാത്തപ്പോൾ പുള്ളിക്കാരിയാണ് ഇത് ചെയ്യുക. അല്ലെങ്കിൽ വേറൊരു പയ്യനാണ് അവനാണ്. അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ? മീൻസ് വേറെ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളല്ലേ, മോൾക്ക് അത്ര മീൻസ് അച്ഛൻ എന്തെങ്കിലും ഇല്ല. അതായ ഒരു കണ്ടക്ടർ ആയ ഒരു ഫുൾ പവറിൽ തന്നെയാണ് ആൾ ഇത് ചെയ്യുക. ആ ബ്ലോക്കൊക്കെ മാറ്റാനും പൈസ മേടിക്കാനും ആളെ കയറ്റി റൈറ്റ് ആക്കാനൊക്കെ പ്രത്യേക വൈഭവമാണുള്ളത്. അതിലൊരു ടെൻഷനും ഇല്ല ആ കാര്യത്തിൽ. മോള് നമ്മുടെ കൗൺസിലുണ്ടാ? വാർഡ് കൗൺസിലർ. ശരി. 3 പെൺമക്കളാണ്. 3 പെൺമക്കളാണ്. മൂത്താള്, രണ്ടാമത്താള്, മൂന്നാമത്താള്. ഇതാണോ മൂത്ത്? സ്വഭാവം കൊണ്ടായിരിക്കും അല്ലേ? മൂത്തയാളായിരിക്കും അല്ലേ? ഭരണം 3 ഭരണം. എനിക്ക് കിട്ടിയ ഒരെണ്ണം ഉണ്ടല്ലോ അവിടെ രാവിലെ. ഞങ്ങൾക്കൊന്നും വേണ്ട. കൗൺസിലർ. പിന്നെ നമ്മുടെ മറ്റേ
ഞങ്ങൾ ആണുങ്ങൾക്ക് മുന്നിൽ എവിടെയും സീറ്റില്ല. ഇത് അതും സ്ത്രീകളാണ്. വേണ്ട, ഞാൻ ഏറ്റവും ബാക്ക് സീറ്റിൽ ഇരുന്നാല് ഓണൊക്കെ ഒന്ന് അടിക്കേ. റീസെൻ്റായിട്ട് ചെയ്ത ഡ്രസ്സിലാണ്. ഈ ബസ്സിന്റെ കണ്ടീഷൻ എങ്ങനെ? ടിക്കറ്റ് തരാനാ